തിരുപ്പൂരിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ഓഫീസിൽ പോയി. എനിക്ക് ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അവർക്ക് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഓഫീസർ, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ആ ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇതിൽ കോംപ്ലിക്കാനായിട്ട് കുറച്ചും കൂടെ സർട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. അതിലൊന്ന് പ്രോഫോർമ ഓഫ് അണ്ടർടേക്കിംഗ്, അത് നോട്ടറൈസ് ചെയ്ത് വേണമെന്നും പറഞ്ഞു. ഇതെല്ലാം എനിക്ക് അതിൻ്റെ ഫോർമാറ്റുകളും ഒക്കെ ഓൾറെഡി കയ്യിലോട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് ചെന്ന്, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവം, ഇതെല്ലാം ഞാൻ ഇനി ഒപ്പിച്ചുകൊണ്ട് ചെന്ന് ഓക്കെ എനിവേ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് കുറച്ച് ടൈം ഡിലേ ഉണ്ടാകും. കാരണം ഞാൻ വല്ലപ്പോഴുമാണ് തിരുപ്പൂർ ഇപ്പോൾ പോകാറുള്ളൂ. പല സ്ഥലത്തൂടെ നടക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ അവിടെ ചെല്ലാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കുറേ നാൾ കഴിയും എടുക്കാനായിട്ട്. അങ്ങനെ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെ വിളിക്കുകയാണ്. ഫോൺ എടുത്ത വഴിക്ക് എന്നെ സാറെന്ന്. ഞാൻ അങ്ങോട്ടും സാറെന്ന് വിളിക്കുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തായി, നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ ആ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഇന്ന് കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അതായത് എൻ്റെ ആവശ്യമാണ് കേട്ടോ അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത്. അവർക്ക് യാതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നോട്ടറൈസ്ഡ് അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ അവിടെ നോട്ടറൈസിന് എനിക്ക് പരിചയമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേ, ഞാനപ്പോൾ തന്നെ ഇപ്പം എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എന്നെ നോട്ടറൈസ് അഡ്വക്കേറ്റും കൂടി വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഇന്നപോലെ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വിളിച്ചിട്ട് പറയുകയാണ്, സാറിന് നോട്ടറൈസ് ചെയ്യാനുള്ള പേപ്പർ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ, സാറിന് വരുമല്ലോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടുന്ന് നോട്ടറൈസ് ചെയ്യുന്നു. അവിടുന്ന് ആ സംഭവം പ്രോസസ്സ് ചെയ്യുന്നു. അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ DGFT, ഈ നമ്മുടെ DGFT എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന IC കോഡൊക്കെ രജിസ്റ്റർ ചെയ്യുന്നൊരു പോർട്ടലാണ്. അതിനകത്ത് ഒരുപാട് സർട്ടിഫിക്കേഷൻ പോർട്ടലുണ്ട്. അതിൽ ചെറിയൊരു എറർ എൻ്റെ തമിഴ്നാട് അക്കൗണ്ടിൽ കിടപ്പുണ്ട് എന്നിങ്ങനെ ഇതേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പോഴും എന്നെ വിളിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ സമയം കുറവാണ്, ഒരുപാട് ഓടി കിടക്കുകയാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതെപ്പോഴെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. പിറ്റേ ദിവസം വീണ്ടും വിളിക്കുന്നു, എന്തായി, നിങ്ങൾ DGFT ഇത് റെഡിയാക്കിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ AnyDesk ഓപ്പൺ ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഞാൻ AnyDesk കണക്ട് ചെയ്തു. അദ്ദേഹം എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം ചെയ്ത് അത് ഫില്ല് ചെയ്ത് ഓക്കെ ആക്കുന്നു. അതിനുശേഷം ഞാൻ അതും ഡീൽ ചെയ്ത് അതിൻ്റെ അപ്രൂവലും വന്ന്, അതപ്പം അപ്രൂവൽ എടുക്കാൻ കുറച്ച് ദിവസങ്ങളെടുത്തു. അത് അപ്രൂവലും വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ ഈ കേസേ മറന്നുപോയി. പിന്നീട് ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട്, നിങ്ങൾക്കിതെല്ലാം അപ്രൂവലായല്ലോ, നിങ്ങൾ എന്നിട്ട് എന്താ റീസബ്മിറ്റ് ചെയ്യാത്തത്? സാർ അത് റീസബ്മിറ്റ് പണുങ്ങ, ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടേ. ഞാനത് കഴിഞ്ഞിട്ട് അത് റീസബ്മിറ്റ് ചെയ്തു. ഒരു മണിക്കൂറിനുള്ള എനിക്ക് അടുത്ത ടെക്സ്റ്റ് മെസ്സേജാണ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ അപ്രൂവ്ഡ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നോട് മാത്രം പെരുമാറുന്ന ഒരു പെരുമാറ്റമാണിതെന്ന്. അല്ല, അവിടെ വരുന്ന ഓരോരുത്തരോടും, അവിടെ ഏത് സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, പേപ്പറുകളില്ലാതെ ഒന്നും എവിടെയും മുന്നോട്ട് കൊണ്ടുപോകില്ല. എല്ലായിടത്തും എല്ലാ പേപ്പറുകളും ആവശ്യമാണ്. എല്ലായിടത്തും എല്ലാ നിയമങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഒരു സംരംഭകനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി അയാൾക്ക് ആ സർട്ടിഫിക്കേഷൻ എടുത്തു കൊടുക്കുന്നത് വരെ ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു കടമയായിട്ട് ഉദ്യോഗസ്ഥൻ കണക്കാക്കുകയാണ്. ഉദ്യോഗസ്ഥന് അതിൻ്റെ യാതൊരു കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയായിട്ടൊക്കെ കണക്കാക്കി സ്വാർത്ഥതയില്ലാതെ, അതാണ് പ്രധാനമായും നമ്മൾ പറയുന്നത്, ഒരു 0% പോലും സ്വാർത്ഥതയില്ലാതെ, സെൽഫിഷ് അല്ലാത്ത, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ള രീതിയിലുള്ള സെൽഫിഷ് അല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥർ. കേരളത്തിലെ ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ നല്ല നല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഇവിടുന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം, ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന അനുഭവം കേരളത്തിലെ ഒരുപാട് ഉദ്യോഗസ്ഥർ കണ്ടേക്കാം. അവരും നാളെ മുതൽ ഓഫീസിൽ ചെല്ലുമ്പം ഞാൻ അവർക്ക് ഇങ്ങനെയും കൂടി ഒരു കാര്യം ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കില്ലേ, കുറച്ചുകൂടെ ഒരാൾ നാം കാരണം സന്തോഷപ്പെടുന്നില്ലേ എന്ന് ചിന്തിച്ചേക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ്റെ പേര് കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം, വെങ്കടേഷ് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ പേര്. ഇതൊരു വെങ്കടേഷിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൾച്ചറല്ല തമിഴ്നാട്ടിൽ പോയി ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവിടെ നമ്മളൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ സപ്പോർട്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഒരു ബാങ്ക് ലോൺ വേണമെന്ന് തീരുമാനിച്ചാൽ ബാങ്കിൻ്റെ ആളുകളെ കണക്ട് ചെയ്യിച്ച് തരുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു, നമ്മളൊക്കെ ഒരുപാട് ഇവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടുവന്ന സ്വാർത്ഥതയായിരിക്കും ഒരുപക്ഷെ ഇവിടെ സംരംഭകർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എനിക്ക് കിട്ടിയ ഒരു അനുഭവം, ഇത് പണ്ടുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ ഉള്ള ആറ്റിറ്റ്യൂഡുകൾ ആണോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് താഴെ കുറിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.